സ്നേഹപൂർവം നമസ്കാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മാർച്ച് 11, 2026. എത്ര പേർ പുതിയ വഴികൾക്കായി കാത്തിരിക്കുന്നു? എത്ര പേർക്ക് പഴയ വഴികൾ അടഞ്ഞിരിക്കുന്നു? എത്ര പേർ അത്ഭുതത്തിനായി പ്രതീക്ഷിക്കുന്നു? നിങ്ങളിൽ പലരും വഴിയില്ലാതെ നിൽക്കുകയാണ്. ജോലിക്ക് വഴിയില്ല, നൂറുകണക്കിന് അപേക്ഷകൾ നിരാകരിച്ചു. വിവാഹത്തിന് വഴിയില്ല, വർഷങ്ങളായി കാത്തിരിക്കുന്നു. സാമ്പത്തികമായി വഴിയില്ല, കടത്തിൽ മുങ്ങിയിരിക്കുന്നു. വിദേശത്തേക്ക് വഴിയില്ല, വിസ നിഷേധിച്ചു. ബിസിനസ്സിന് വഴിയില്ല, മൂലധനമില്ല, സാധ്യതകളില്ല. ശുശ്രൂഷയ്ക്ക് വഴിയില്ല, വാതിലുകൾ അടഞ്ഞിരിക്കുന്നു. നിങ്ങൾ എല്ലാ വഴികളും ശ്രമിച്ചു, എല്ലാം പരാജയപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ വഴിയില്ലാതെ നിൽക്കുന്നു. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ നിനക്ക് പുതിയ വഴികൾ തുറക്കുന്നു. അത്ഭുതകരമായ വഴികൾ, നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ, നീ സ്വപ്നം കണ്ടിട്ടില്ലാത്ത വഴികൾ. യെശയ്യാവ് 43:19 വായിക്കുമ്പോൾ, ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, ഇപ്പോൾ അത് വിളയുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ മരുഭൂമിയിൽ വഴിയും നിർജ്ജനദേശത്ത് നദികളുമുണ്ടാക്കും. മരുഭൂമിയിൽ വഴിയില്ലാത്തിടത്ത് ദൈവം വഴിയുണ്ടാക്കുന്നു. നിർജ്ജനദേശത്ത് വെള്ളമില്ലാത്തിടത്ത് ദൈവം നദികളൊഴുക്കുന്നു. നിങ്ങളുടെ പുതിയ വഴികൾ തുറക്കുന്നു. നമുക്കൊരുമിച്ച് ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. പുതിയ വഴികൾ തുറക്കുന്ന ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പിതാവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലെത്തുന്നു. വഴിയില്ലാതെ, പ്രതീക്ഷയില്ലാതെ, സാധ്യതകളില്ലാതെ. ഞങ്ങൾക്കനേകം വഴികൾ വേണം. ജോലിയുടെ വഴി വർഷങ്ങളായി അടഞ്ഞിരിക്കുന്നു. വിവാഹത്തിൻ്റെ വഴി കാണുന്നില്ല. കുട്ടികളുടെ വഴി തടഞ്ഞിരിക്കുന്നു. സാമ്പത്തിക വഴി ഇല്ല. വിദേശത്തേക്കുള്ള വഴി അടഞ്ഞിരിക്കുന്നു. ബിസിനസ്സിൻ്റെ വഴി സാധ്യമല്ല. ശുശ്രൂഷയുടെ വഴി തുറക്കുന്നില്ല. സൗഖ്യത്തിൻ്റെ വഴി കാണുന്നില്ല. ഞങ്ങൾ എല്ലാ വഴികളും ശ്രമിച്ചു. മനുഷ്യരോട് ചോദിച്ചു, സഹായിച്ചില്ല. പണം മുടക്കി, നഷ്ടപ്പെട്ടു. വർഷങ്ങളോളം കാത്തിരുന്നു, ഒന്നും സംഭവിച്ചില്ല. പല വഴികളിൽ പോയി, എല്ലാം അടഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ വഴിയില്ലാതെ നിൽക്കുന്നു. മരുഭൂമിയിൽ നിൽക്കുന്നു, നിർജ്ജനദേശത്ത് നിൽക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് പുതിയ വഴികൾ തുറക്കുന്ന ദൈവമാണ്. മരുഭൂമിയിൽ വഴിയുണ്ടാക്കിയതുപോലെ ഞങ്ങൾക്കും വഴിയുണ്ടാക്കണമേ. കടലിൽ വഴി തുറന്നതുപോലെ ഞങ്ങൾക്കും വഴി തുറക്കണമേ. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചതുപോലെ ഞങ്ങൾക്കും അത്ഭുതം പ്രവർത്തിക്കണമേ. ഇന്നീ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും പുതിയ വഴികൾ തുറക്കണമേ. അസാധ്യമായതിനെ സാധ്യമാക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അപ്രതീക്ഷിത അനുഗ്രഹങ്ങൾ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. വഴിയില്ലാത്തിടത്ത് വഴിയുണ്ടാക്കുന്ന ദൈവമാണ്. ദൈവം എവിടെയൊക്കെ വഴി തുറക്കുന്നു? മരുഭൂമിയിൽ വഴി. യെശയ്യാവ് 43:19. മരുഭൂമിയിൽ വഴി. മരുഭൂമി അർത്ഥം വെള്ളമില്ല, ജീവനില്ല, പച്ചപ്പില്ല, വഴിയില്ല, പ്രതീക്ഷയില്ല. എന്നാൽ ദൈവം അവിടെ വഴിയുണ്ടാക്കുന്നു. നിങ്ങളുടെ ജീവിതം മരുഭൂമി പോലെയാണോ? എല്ലാം ഉണങ്ങിയിരിക്കുന്നുവോ? വഴിയില്ലേ? ദൈവം പറയുന്നു, ഞാൻ അവിടെ വഴിയുണ്ടാക്കും. നിർജ്ജനദേശത്ത് നദികൾ. യെശയ്യാവ് 43:19. നിർജ്ജനദേശത്ത് നദികൾ. നദികൾ അർത്ഥം വെള്ളം, ജീവൻ, സമൃദ്ധി, അനുഗ്രഹം. വെള്ളമില്ലാത്തിടത്ത് ദൈവം നദികൾ ഒഴുക്കുന്നു. ജീവനില്ലാത്തിടത്ത് ദൈവം ജീവൻ നൽകുന്നു. സാധ്യതകളില്ലാത്തിടത്ത് ദൈവം അനുഗ്രഹം ചൊരിയുന്നു. സമുദ്രത്തിൽ വഴി. യെശയ്യാവ് 43:16. യഹോവ സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയുമുണ്ടാക്കി. പുറപ്പാട് 14:21-22. യഹോവ രാത്രി മുഴുവൻ ശക്തമായ കിഴക്കൻ കാറ്റുകൊണ്ട് സമുദ്രത്തെ പിൻവാങ്ങുമാറാക്കി. സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. വെള്ളം വിഭാഗിച്ചു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ കൂടി ഉണങ്ങിയ നിലത്തുകൂടി നടന്നു. വെള്ളം അവർക്കിടത്തും വലത്തും മതിലായി നിന്നു.
കടക്കാൻ കഴിയാത്തത്. എന്നാൽ ദൈവം വഴി തുറന്നു. പാറയിൽ നിന്ന് വെള്ളം. പുറപ്പാട് 17:6. അവിടെ ഹോരേബിലെ പാറമേൽ ഞാൻ നിന്റെ മുൻപാകെ നിൽക്കും. നീ പാറയെ അടിക്കുക, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് ജനം കുടിക്കും. സങ്കീർത്തനം 78:15-16. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളിൽ നിന്നെന്ന പോലെ അവരെ കുടിപ്പിച്ചു. അവൻ പാറയിൽ നിന്ന് അരുവികളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെപ്പോലെ ഒഴുകുമാറാക്കി. പാറ ഏറ്റവും കഠിനമായത്, വെള്ളം പുറപ്പെടാൻ കഴിയാത്തത്. എന്നാൽ ദൈവം പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. നിങ്ങളുടെ സാഹചര്യം പാറ പോലെ കഠിനമാണോ, അസാധ്യമാണോ? ദൈവം പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചതുപോലെ നിങ്ങളുടെ അസാധ്യ സാഹചര്യത്തിൽ നിന്ന് അനുഗ്രഹം പുറപ്പെടുവിക്കും. അഗ്നിയിലും വെള്ളത്തിലും വഴി. യെശയ്യാവ് 43:2. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്നെ കവിഞ്ഞു പോകുകയില്ല. നീ തീയിൽ കൂടി നടക്കുമ്പോൾ വെന്തുപോകുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അഗ്നി പരീക്ഷയിലും ദൈവം കൂടെയുണ്ട്. വെള്ളപ്പെരുക്കത്തിലും ദൈവം വഴി തുറക്കുന്നു. ബൈബിളിലെ അത്ഭുത വഴികൾ. അബ്രഹാമിന് 100 വയസ്സിൽ മകൻ. മനുഷ്യപ്രകാരം അസാധ്യം. സാറായിക്ക് 90 വയസ്സ്, അബ്രഹാമിന് 100 വയസ്സ്. എന്നാൽ ഉൽപ്പത്തി 21:1-2 യഹോവ താൻ അരുളി ചെയ്തതുപോലെ സാറായെ സന്ദർശിച്ചു. യഹോവ താൻ സാറായോട് അരുളി ചെയ്തതുപോലെ അവൾക്ക് ചെയ്തു. സാറാ ഗർഭം ധരിച്ച് ദൈവം അവനോട് അരുളി ചെയ്ത നിയമിത സമയത്ത് അബ്രഹാമിന് വാർദ്ധക്യത്തിൽ ഒരു മകനെ പ്രസവിച്ചു. വഴിയില്ലാത്തിടത്ത് ദൈവം വഴി തുറന്നു. യോസേഫിന് ജയിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്. 13 വർഷം ദുരിതം. സഹോദരന്മാർ വിറ്റു. പോത്തിഫാറിന്റെ ഭവനത്തിൽ അടിമ. തെറ്റായി കുറ്റം ചുമത്തി. ജയിലിലിട്ടു. മറക്കപ്പെട്ടു. വഴിയില്ല, പ്രതീക്ഷയില്ല, ഭാവിയില്ല. എന്നാൽ ഉൽപ്പത്തി 41:24 ഫറവോൻ ആളെ അയച്ച് യോസേഫിനെ വിളിച്ചു. അവർ വേഗത്തിൽ അവനെ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു ദിവസം കൊണ്ട് ജയിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്. ഒരു സ്വപ്നത്തിലൂടെ അടിമയിൽ നിന്ന് രാജപ്രതിനിധിയായി. ദൈവം അത്ഭുതകരമായ വഴി തുറന്നു. മോശയ്ക്ക് ചെങ്കടലിൽ വഴി. മുൻപിൽ ചെങ്കടൽ, കടക്കാൻ കഴിയില്ല. പുറകിൽ ഈജിപ്തിന്റെ സൈന്യം, രക്ഷപ്പെടാൻ കഴിയില്ല. ഇടതും വലതും ഒന്നുമില്ല, വഴിയില്ല, പൂർണ്ണമായി മടഞ്ഞു. എന്നാൽ പുറപ്പാട് 14:13-14 മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കാണുവിൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു. പുറപ്പാട് 14:21-22 യഹോവ രാത്രി മുഴുവൻ ശക്തമായ കിഴക്കൻ കാറ്റുകൊണ്ട് സമുദ്രത്തെ പിൻവാങ്ങുമാറാക്കി. സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. വെള്ളം വിഭാഗിച്ചു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ കൂടി ഉണങ്ങിയ നിലത്തുകൂടി നടന്നു. വെള്ളം അവർക്കിടത്തും വലത്തും മതിലായി നിന്നു. കടലിൽ വഴി തുറന്നു. അത്ഭുതകരമായ വഴി. ദാനിയേലിന് സിംഹക്കുഴിയിൽ സംരക്ഷണം. ദാനിയേൽ 6:16 സിംഹങ്ങളുടെ ഗുഹയിലേക്കിട്ടു. വഴിയില്ല, രക്ഷയില്ല, മരണമുറപ്പ്. എന്നാൽ ദാനിയേൽ 6:22 എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. അവ എനിക്കൊരു ദോഷവും ചെയ്തില്ല. സിംഹക്കുഴിയിൽ സംരക്ഷണം. അത്ഭുതം. എസ്തേറിന് അനാഥയിൽ നിന്ന് രാജ്ഞിയായി. വിധവയുടെ മകൾ അനാഥ, യഹൂദ പെൺകുട്ടി. വഴിയില്ല, സാധ്യതയില്ല. എന്നാൽ എസ്തേർ 2:17 രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. അവൾ സകല കന്യകമാരെക്കാളും അവന്റെ മുൻപാകെ കൃപയും പ്രീതിയും പ്രാപിച്ചു. അവൻ രാജമുടി അവളുടെ തലയിൽ വെച്ച് വഷ്തിക്ക് പകരം അവളെ രാജ്ഞിയാക്കി. അനാഥയിൽ നിന്ന് പേർഷ്യയുടെ രാജ്ഞിയായി. ദൈവം അത്ഭുതകരമായ വഴി തുറന്നു. പത്രോസിന് ജയിലിൽ നിന്ന് വിടുതൽ. അപ്പോസ്തല പ്രവർത്തികൾ 12:4 അവനെ പിടിച്ച് കാരാഗൃഹത്തിലാക്കി 4 പേര് വീതമുള്ള 4 കൂട്ടം പട്ടാളങ്ങളെ ഏൽപ്പിച്ചു. പത്രോസിനെ കാരാഗൃഹത്തിൽ പാർപ്പിച്ചു. എന്നാൽ സഭ അവനുവേണ്ടി ദൈവത്തോട് ഇടവിടാതെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നു. 16 പട്ടാളക്കാർ, ചങ്ങലകൾ, പൂട്ടിയ വാതിലുകൾ. വഴിയില്ല, രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്നാൽ അപ്പോസ്തല പ്രവർത്തികൾ 12:7-10 ഇതാ ദൈവത്തിന്റെ ഒരു ദൂതൻ അരികെ നിന്നു. കാരാഗൃഹത്തിൽ വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി ഉണർത്തി. വേഗം എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു. ചങ്ങല അവന്റെ കൈകളിൽ നിന്ന് വീണു. അവർ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ കടന്ന് നഗരത്തിലേക്കിയുന്ന ഇരുമ്പു വാതിൽക്കലെത്തി. അത് അവരുടെ മുൻപിൽ തന്നെ തുറന്നു. വാതിൽ തന്നെ തുറന്നു. അത്ഭുതം. എങ്ങനെ ദൈവം നിങ്ങൾക്ക് വഴി തുറക്കും? പ്രിയപ്പെട്ടവരെ, ദൈവം എങ്ങനെ വഴി തുറക്കുന്നുവെന്ന് നോക്കാം. അപ്രതീക്ഷിതമായി, നിങ്ങൾ കാത്തിരിക്കാത്ത സമയത്ത്, കരുതാത്ത വിധത്തിൽ, ചിന്തിക്കാത്ത മാർഗത്തിലൂടെ.
യോസേഫ് കരുതിയില്ല ഒരു സ്വപ്നത്തിലൂടെ ഫറവോന്റെ അടുത്ത് പോകുമെന്ന്. എസ്റ്റേർ കരുതിയില്ല രാജ്ഞിയാകുമെന്ന്. പത്രോസ് കരുതിയില്ല വാതിൽ തന്നെ തുറക്കുമെന്ന്. യെശയ്യാവ് 55:8-9 എന്റെ നിരൂപണങ്ങൾ നിങ്ങളുടെ നിരൂപണങ്ങളല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല എന്നു യഹോവയുടെ അരുളപ്പാട്. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാളും എന്റെ നിരൂപണങ്ങൾ നിങ്ങളുടെ നിരൂപണങ്ങളെക്കാളും ഉയർന്നിരിക്കുന്നു. അത്ഭുതകരമായി, മനുഷ്യർക്ക് സാധ്യമല്ലാത്ത വിധത്തിൽ, യുക്തിക്ക് നിരക്കാത്ത വിധത്തിൽ, കടൽ പിളരുന്നത് അത്ഭുതം, പാറയിൽ നിന്ന് വെള്ളം അത്ഭുതം, 100 വയസ്സിൽ മകൻ അത്ഭുതം, സിംഹങ്ങൾ വായടച്ചത് അത്ഭുതം, വാതിൽ തന്നെ തുറന്നത് അത്ഭുതം. മത്തായി 19:26 മനുഷ്യർക്കിത് അസാധ്യം, ദൈവത്തിനോ എല്ലാം സാധ്യം. പെട്ടെന്ന് യോസേഫിന് 13 വർഷം കാത്തിരുന്നു, എന്നാൽ ഒരു ദിവസം കൊണ്ട് മാറി. എസ്തേറിന് പെട്ടെന്ന് രാജ്ഞിയായി, പത്രോസിന് ഒരു രാത്രിയിൽ വിടുതൽ. യെശയ്യാവ് 66:9 ഞാൻ ഗർഭപാത്രം തുറപ്പിക്കുമ്പോൾ പ്രസവിപ്പിക്കാതിരിക്കുമോ എന്ന് നിന്റെ ദൈവം യഹോവ അരുളി ചെയ്യുന്നു. യെശയ്യാവ് 60:22 ചെറിയവൻ 1000 ഏറ്റവും ചെറിയവൻ മഹാജാതിയായും തീരും. യഹോവയായ ഞാൻ അതിന്റെ കാലത്ത് വേഗത്തിൽ നടത്തും. സമയത്തോടെ. ദൈവത്തിന്റെ സമയം തികഞ്ഞതാണ്, വൈകുന്നില്ല, നേരത്തെയുമല്ല, കൃത്യസമയത്ത്. സഭാപ്രസംഗി 3:11 അവൻ സകലവും അതിന്റെ കാലത്ത് ഭംഗിയായി ചെയ്തിരിക്കുന്നു. എസ്തേർ 4:14 ഇങ്ങനെയൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജത്വം പ്രാപിച്ചിരിക്കുന്നത്. അബ്രഹാമിന് 100 വയസ്സിൽ ദൈവത്തിന്റെ സമയം, യോസേഫിന് 30 വയസ്സിൽ ദൈവത്തിന്റെ സമയം, മോശയ്ക്ക് 80 വയസ്സിൽ ദൈവത്തിന്റെ സമയം. പൂർണ്ണമായി, പകുതിയല്ല, പൂർണ്ണമായ വഴി, സമ്പൂർണമായ പരിഹാരം. എഫേസ്യർ 3:20 നാം യാചിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഏറ്റവും പരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്കൊത്തവണ്ണം പ്രാപ്തനാവനു. യാചിക്കുന്നതിനേക്കാൾ അധികം, ചിന്തിക്കുന്നതിനേക്കാൾ അധികം. ഏതൊക്കെ വഴികൾ തുറക്കും? ജോലിയുടെ വഴി. വർഷങ്ങളായി ശ്രമിച്ചു, 100 കണക്കിന് അപേക്ഷകൾ, ഇന്റർവ്യൂകൾ, എല്ലാം പരാജയം. എന്നാൽ ദൈവം പെട്ടെന്ന് വഴി തുറക്കും. ഒരു ഫോൺ കോൾ, ഒരു അവസരം, ഒരു പരിചയം, വഴി തുറക്കും. വിവാഹത്തിന്റെ വഴി. വയസ്സ് കടന്നുപോയി, പ്രതീക്ഷ നഷ്ടപ്പെട്ടു, നിർദ്ദേശങ്ങൾ നിരാകരിച്ചു. എന്നാൽ ദൈവം ശരിയായ വ്യക്തിയെ ശരിയായ സമയത്ത് കൊണ്ടുവരും. ഉൽപ്പത്തി 24:14 ഇസ്ഹാക്കിന് റിബേക്കയെ. ഉൽപ്പത്തി 29 യാക്കോബിന് റാഹേലിനെ. റൂത്ത് 2 റൂത്തിന് ബോവേസിനെ. സാമ്പത്തിക വഴി. കടത്തിൽ മുങ്ങി, ദാരിദ്ര്യത്തിൽ, പണമില്ല, വരുമാനമില്ല. എന്നാൽ ദൈവം പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചതുപോലെ നിങ്ങളുടെ സാമ്പത്തിക അസാധ്യതയിൽ നിന്ന് അനുഗ്രഹം പുറപ്പെടുവിക്കും. ഫിലിപ്പിയർ 4:19 എന്റെ ദൈവം തന്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും നിറവേറ്റും. വിദേശത്തേക്കുള്ള വഴി. വിസ നിഷേധിച്ചു, അവസരങ്ങൾ പോയി, വാതിലുകൾ അടഞ്ഞു. എന്നാൽ ദൈവത്തിന് മറ്റൊരു വഴിയുണ്ട്. യോസേഫിനെ അടിമയായി ഈജിപ്തിലേക്ക് കൊണ്ടുപോയി, എന്നാൽ അവിടെ രാജപ്രതിനിധിയായി. ദാനിയേലിനെ ബന്ധിയായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി, എന്നാൽ അവിടെ പ്രധാനമന്ത്രിയായി. ബിസിനസിന്റെ വഴി. മൂലധനമില്ല, പദ്ധതികൾ നിരാകരിച്ചു, ലോണുകൾ നിഷേധിച്ചു. എന്നാൽ ദൈവം അപ്രതീക്ഷിതമായി വഴി തുറക്കും. സദൃശ്യവാക്യങ്ങൾ 16:3 നിന്റെ പ്രവൃത്തികളെ കർത്താവിനെ ഏൽപ്പിക്ക, എന്നാൽ നിന്റെ നിരൂപണങ്ങൾ സാധിക്കും. ശുശ്രൂഷയുടെ വഴി. അവസരങ്ങളില്ല, വാതിലുകൾ അടഞ്ഞിരിക്കുന്നു. വിളിയുണ്ട്, എന്നാൽ വഴിയില്ല. എന്നാൽ 1 കൊരിന്ത്യർ 16:9 എനിക്കൊരു വലിയ വാതിൽ ഫലദായകമായി തുറന്നിരിക്കുന്നു. ദൈവം വാതിലുകൾ തുറക്കും. സൗഖ്യത്തിന്റെ വഴി. ഡോക്ടർമാർ പറയുന്നു സാധ്യമല്ല, മരുന്നുകൾ വേല ചെയ്യുന്നില്ല, സൗഖ്യത്തിന് വഴിയില്ല. എന്നാൽ മത്തായി 19:26 മനുഷ്യർക്ക് ഇത് അസാധ്യം, ദൈവത്തിനോ എല്ലാം സാധ്യം. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടതുപോലെ നിങ്ങളുടെ അസാധ്യ രോഗത്തിൽ നിന്ന് സൗഖ്യം പുറപ്പെടും. നമ്മൾ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ദൈവം വഴി തുറക്കുമെങ്കിലും നമ്മളും ചില കാര്യങ്ങൾ ചെയ്യണം. വിശ്വസിക്കണം. അബ്രഹാം 25 വർഷം വിശ്വസിച്ചു. യോസേഫ് 13 വർഷം വിശ്വസിച്ചു. മോശ 40 വർഷം വിശ്വസിച്ചു. എബ്രായർ 11:1 വിശ്വാസമോ ആശിച്ചിരിക്കുന്നവയ്ക്ക് ഉറപ്പും കാണാത്തവയ്ക്ക് തെളിവുമാകുന്നു. മർക്കോസ് 11:23-24 നിങ്ങളിൽ ആരെങ്കിലും ഈ മലയോട് നീ പൊങ്ങി സമുദ്രത്തിൽ ചാടിപ്പോ എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചാൽ അവൻ അത് ലഭിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്,
നിങ്ങൾ പ്രാർത്ഥിച്ച് യാചിക്കുന്നതൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥിക്കണം. തീവ്രമായി, തുടർച്ചയായി, വിശ്വാസത്തോടെ. യാക്കോബ് 5:16. നീതിമാന്റെ ഊർജ്ജസ്വലമായ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ലൂക്കോസ് 18:1. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുകയും അശ്രാന്തപ്പെടാതിരിക്കുകയും വേണം. നെഹേമ്യാവ് പ്രാർത്ഥിച്ചു, ദൈവം വഴി തുറന്നു. 2 ദിനവൃത്താന്തങ്ങൾ 1:2. ഹന്ന പ്രാർത്ഥിച്ചു, ദൈവം ഗർഭപാത്രം തുറന്നു. 1 ശമൂവേൽ 1. സഭ പ്രാർത്ഥിച്ചു, ദൈവം ജയിൽ വാതിൽ തുറന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 12. കാത്തിരിക്കണം. ക്ഷമയോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ. സങ്കീർത്തനം 27:14. യഹോവയെ കാത്തിരിക്കുക, ഉറച്ചിരിക്കുക, നിന്റെ ഹൃദയം ധൈര്യപ്പെടട്ടെ, യഹോവയെ കാത്തിരിക്കുക. യെശയ്യാവ് 40:31. യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും, കഴുകനെപ്പോലെ ചിറകടിച്ചു കയറും, അവർ തളരാതെ ഓടുകയും ക്ഷീണിക്കാതെ നടക്കുകയും ചെയ്യും. അനുസരിക്കണം. ദൈവം എന്തു പറയുന്നുവോ അത് ചെയ്യുക. യോഹന്നാൻ 2:5. അവൻ നിങ്ങളോടെന്തു പറഞ്ഞാലും അത് ചെയ്യുവീൻ. നാമാൻ യോർദാനിൽ 7 പ്രാവശ്യം കുളിച്ചു, സൗഖ്യമായി. 2 രാജാക്കന്മാർ 5. പത്രോസ് വലകളിട്ടു, അത്ഭുത മീൻപിടുത്തം. ലൂക്കോസ് 5. സ്തുതിക്കണം. വഴി തുറക്കുന്നതിന് മുമ്പേ സ്തുതിക്കുക. 2 ദിനവൃത്താന്തങ്ങൾ 20, 21, 22. അവർ സ്തുതിച്ചും യഹോവയെ വാഴ്ത്തിയും പാടുവാൻ തുടങ്ങിയപ്പോൾ യഹോവ പതിയിരിപ്പുകാരെ വരുത്തി, അവർ തോറ്റുപോയി. സ്തുതിയിൽ ശക്തിയുണ്ട്, സ്തുതിയിൽ വഴികൾ തുറക്കുന്നു. പ്രവർത്തിക്കണം. കയ്യിലുള്ളത് ചെയ്യുക, ചെറിയ ചുവടുകൾ എടുക്കുക. യാക്കോബ് 2:26. ആത്മാവില്ലാത്ത ദേഹം മരിച്ചിരിക്കുന്നതുപോലെ വിശ്വാസവും മരിച്ചിരിക്കുന്നു. യോസേപ്പ് ജയിലിൽ വിശ്വസ്തമായി പ്രവർത്തിച്ചു. ദാവീദ് ആടുകളെ നന്നായി മേയിച്ചു. ദാനിയേൽ നിഷ്കളങ്കമായി പ്രവർത്തിച്ചു. നിരാശപ്പെടരുത്. എത്ര കാലം കാത്തിരുന്നാലും നിരാശപ്പെടരുത്. ഗലാത്യർ 6:9. നാം ഇറക്കാതെ നന്മ ചെയ്യുക, തളരാതെ ഇരുന്നാൽ തക്ക സമയത്ത് കൊയ്യും. എബ്രായർ 10:35, 36. ആകയാൽ നിങ്ങളുടെ ധൈര്യമെറിഞ്ഞു കളയരുത്, അതിന് വലിയ പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾക്ക് ക്ഷമയാവശ്യം. ഇന്നത്തെ പ്രവചന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, നിന്റെ അടഞ്ഞ വഴികൾ എനിക്കറിയാം. നീ ശ്രമിച്ചതെല്ലാം എനിക്കു കാണാം. നീ പരാജയപ്പെട്ടതെല്ലാം ഞാൻ കണ്ടു. നീ വഴിയില്ലാതെ നിൽക്കുന്നത് എനിക്കു മനസ്സിലാകുന്നു. നീ വിചാരിക്കുന്നു, എനിക്ക് വഴിയില്ല, എല്ലാം അടഞ്ഞിരിക്കുന്നു. എനിക്ക് സാധ്യതയില്ല, എല്ലാം പരാജയപ്പെട്ടു. എനിക്ക് പ്രതീക്ഷയില്ല, എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് വൈകിപ്പോയി, സമയം കഴിഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ നിനക്ക് പുതിയ വഴികൾ തുറക്കുന്നു. മാർച്ച് മാസം നിന്റെ വഴികൾ തുറക്കുന്ന മാസമാണ്. ഇന്നു മുതൽ നീ കാണും മരുഭൂമിയിൽ വഴി, എവിടെ ഒന്നുമില്ലായിരുന്നോ. നിർജ്ജനദേശത്ത് നദികൾ, എവിടെ വെള്ളമില്ലായിരുന്നോ. സമുദ്രത്തിൽ വഴി, എവിടെ കടക്കാൻ കഴിയില്ലായിരുന്നോ. പാറയിൽ നിന്ന് വെള്ളം, എവിടെ അസാധ്യമായിരുന്നോ. നിന്റെ എല്ലാ അടഞ്ഞ വഴികളും തുറക്കുന്നു. ജോലിയുടെ വഴി അപ്രതീക്ഷിതമായി തുറക്കും. വിവാഹത്തിന്റെ വഴി അത്ഭുതകരമായി തുറക്കും. സാമ്പത്തിക വഴി പെട്ടെന്ന് തുറക്കും. വിദേശത്തിന്റെ വഴി മറ്റൊരു വിധത്തിൽ തുറക്കും. ബിസിനസിന്റെ വഴി ചിന്തിക്കാത്ത വിധത്തിൽ തുറക്കും. ശുശ്രൂഷയുടെ വഴി വലിയ വാതിലുകളായി തുറക്കും. സൗഖ്യത്തിന്റെ വഴി അത്ഭുതമായി തുറക്കും. ഇവ വഴികളായിരിക്കും, അപ്രതീക്ഷിതമായ വഴികൾ, നീ കരുതാത്ത വിധത്തിൽ. അത്ഭുതകരമായ വഴികൾ
നീ ചിന്തിക്കാത്ത വിധത്തിൽ, പെട്ടെന്നുള്ള വഴികൾ, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, പൂർണ്ണമായ വഴികൾ, നീ യാചിച്ചതിനേക്കാൾ അധികം. നീ ചെയ്യേണ്ടത് വിശ്വസിക്കുക, ഞാൻ വഴി തുറക്കുമെന്ന്. പ്രാർത്ഥിക്കുക, തീവ്രമായി, തുടർച്ചയായി. കാത്തിരിക്കുക, എൻ്റെ സമയം തികയുവോളം. അനുസരിക്കുക, ഞാൻ പറയുന്നതെല്ലാം. സ്തുതിക്കുക, കാണുന്നതിനു മുൻപേ. പ്രവർത്തിക്കുക, കയ്യിലുള്ളത് വിശ്വസ്തമായി. എൻ്റെ വാഗ്ദാനങ്ങൾ. യെശയ്യാവ് 43:19. ഞാൻ മരുഭൂമിയിൽ വഴിയും നിർജ്ജനദേശത്ത് നദികളും ഉണ്ടാക്കും. യെശയ്യാവ് 43:16. ഞാൻ സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയുമുണ്ടാക്കി. എഫേസ്യർ 3:20. നാം യാചിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഏറ്റവും പരമായി ചെയ്യുവാൻ പ്രാപ്തൻ. ഇതെൻ്റെ വചനമാണ്, എൻ്റെ വാഗ്ദാനമാണ്, എൻ്റെ സത്യമാണ്. നിന്റെ വഴികൾ അടഞ്ഞിരിക്കുന്നതായി തോന്നുന്നുണ്ടാകാം, എന്നാൽ ഞാൻ പുതിയ വഴികൾ തുറക്കുന്നു. അസാധ്യമായതിനെ സാധ്യമാക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. നിന്റെ വഴികൾ തുറക്കുന്നു. നിന്റെ ഭാവി പ്രകാശമയമാണ്. വഴികൾ തുറക്കുന്ന നിന്റെ ദൈവം. സങ്കീർത്തനം 84:11. യഹോവയായ ദൈവം സൂര്യനും പരിചയുമാകുന്നു. യഹോവ കൃപയും മാനവും നൽകുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ യാതൊന്നും മുടക്കുകയില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ അടഞ്ഞ വഴികൾ എഴുതുക. ഏതെല്ലാം വഴികൾ അടഞ്ഞിരിക്കുന്നു എഴുതുക. ഓരോന്നിനും പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ വഴി തുറക്കണമേ, പുതിയ വഴി കാണിക്കണമേ. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക, എൻ്റെ വഴികൾ തുറക്കുന്നു. ദൈവം പുതിയ വഴികൾ ഉണ്ടാക്കുന്നു. യെശയ്യാവ് 43:18-20 ദിനം പ്രതി വായിക്കുക. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഓർമ്മിക്കുക. സ്തുതിയിൽ തുടരുക. വഴി തുറക്കുന്നതിന് മുമ്പേ സ്തുതിക്കുക. നിരാശപ്പെടരുത്. എത്ര കാലമെടുത്താലും വിശ്വസിച്ചുകൊണ്ടിരിക്കുക. പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുക. ദൈവം വഴി തുറക്കുമ്പോൾ നടക്കാൻ തയ്യാറാകുക. വഴി തുറക്കൽ പ്രാർത്ഥന. നിങ്ങളുടെ കൈകൾ ഉയർത്തി വിശ്വാസത്തോടെ എന്നോടൊപ്പം പ്രഖ്യാപിക്കൂ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ദൈവം എനിക്ക് പുതിയ വഴികൾ തുറക്കുന്നു. ഇന്നു മുതൽ എൻ്റെ ജോലിയുടെ വഴി തുറക്കുന്നു. എൻ്റെ വിവാഹത്തിൻ്റെ വഴി തുറക്കുന്നു. എൻ്റെ സാമ്പത്തിക വഴി തുറക്കുന്നു. എൻ്റെ വിദേശത്തിൻ്റെ വഴി തുറക്കുന്നു. എൻ്റെ ബിസിനസ്സിൻ്റെ വഴി തുറക്കുന്നു. എൻ്റെ ശുശ്രൂഷയുടെ വഴി തുറക്കുന്നു. എൻ്റെ സൗഖ്യത്തിൻ്റെ വഴി തുറക്കുന്നു. മാർച്ച് എൻ്റെ വഴികൾ തുറക്കുന്ന മാസമാണ്. നിങ്ങളുടെ വഴികൾ തുറക്കുന്നു. ദൈവം എൻ്റെ മരുഭൂമിയിൽ വഴിയുണ്ടാക്കുന്നു. ദൈവം എൻ്റെ കടലിൽ വഴി തുറക്കുന്നു. ദൈവം എൻ്റെ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നു. അസാധ്യമായത് സാധ്യമാകുന്നു. അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അപ്രതീക്ഷിത അനുഗ്രഹങ്ങൾ വരുന്നു. എൻ്റെ വഴികൾ തുറന്നിരിക്കുന്നു. എൻ്റെ ഭാവി പ്രകാശമയമാണ്. യേശുക്രിസ്തുവിൻ്റെ വഴികൾ തുറക്കുന്ന നാമത്തിൽ ആമീൻ, ആമീൻ, ആമീൻ. അവസാന പ്രാർത്ഥനയും അനുഗ്രഹവും. വഴികൾ തുറക്കുന്ന ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പിതാവേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അടഞ്ഞ വഴികളുള്ളവർക്ക് അവരുടെ വഴികൾ തുറക്കണമേ. അവർക്ക് പുതിയ അവസരങ്ങൾ നൽകണമേ. അവർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. വഴിയില്ലാതെ നിൽക്കുന്നവർക്ക് അവർക്ക് മരുഭൂമിയിൽ വഴിയുണ്ടാക്കണമേ. അവർക്ക് കടലിൽ വഴി തുറക്കണമേ. അവർക്ക് പാറയിൽ നിന്ന് വെള്ളം നൽകണമേ. പ്രതീക്ഷയില്ലാതെയുള്ളവർക്ക് അവർക്ക് പുതിയ പ്രതീക്ഷ നൽകണമേ. അവർക്ക് അപ്രതീക്ഷിത അനുഗ്രഹങ്ങൾ നൽകണമേ. അവർക്ക് സാക്ഷ്യങ്ങളുണ്ടാകണമേ. മാർച്ച് മാസത്തിൽ എല്ലാവരുടെയും വഴികൾ തുറക്കട്ടെ. അടഞ്ഞത് തുറക്കട്ടെ. അസാധ്യമായത് സാധ്യമാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ, ആമീൻ, ആമീൻ. അവസാന അനുഗ്രഹവാക്യങ്ങൾ. യെശയ്യാവ് 43:19. ഇതാ, ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു. ഇപ്പോൾ അത് വിളയുന്നു. നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ മരുഭൂമിയിൽ വഴിയും നിർജ്ജനദേശത്ത് നദികളും ഉണ്ടാക്കും. യെശയ്യാവ് 43:16. യഹോവ സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയുമുണ്ടാക്കി. എഫേസ്യർ 3:20. നാം യാചിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഏറ്റവും പരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്കൊത്തമനാ പ്രാപ്തനായവന്. അവസാന സന്ദേശം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓർക്കൂ, ദൈവം വഴികൾ തുറക്കുന്ന ദൈവമാണ്. മരുഭൂമിയിൽ വഴിയുണ്ടാക്കുന്ന ദൈവം.
കടലിൽ വഴി തുറക്കുന്ന ദൈവം, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്ന ദൈവം. നിങ്ങളുടെ അടഞ്ഞ വഴികൾ എത്ര കാലമായാലും ദൈവം തുറക്കും. മാർച്ച് നിങ്ങളുടെ വഴികൾ തുറക്കുന്ന മാസമാണ്. നിങ്ങളുടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന മാസമാണ്. വിശ്വസിക്കൂ, പ്രാർത്ഥിക്കൂ, കാത്തിരിക്കൂ. നിങ്ങളുടെ വഴികൾ തുറക്കും. നിങ്ങളുടെ വഴികൾ തുറക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരനുഗ്രഹത്തോടെ. അതുവരെ വിശ്വാസത്തോടെ മുന്നോട്ടു പോകൂ. നിങ്ങളുടെ വഴികൾ തുറന്നിരിക്കുന്നു. പ്രാർത്ഥന: നിങ്ങളുടെ വഴികൾ തുറക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ആമീൻ.